ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എഫ് ബിയിൽ ഇങ്ങനെ കുറേ റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് കഴിഞ്ഞാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ പഴയ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, പകുതിയും ഫേക്ക് ഐ ഡിയാണ്. ഞാൻ നേരത്തെ മുതൽ പറയുന്ന കാര്യമാണ്, ഫേക്ക് ഐ ഡിന്ന് എനിക്ക് റിക്വസ്റ്റ് അയക്കരുത്. അതെന്നെ അറിയാമെന്നുള്ളവർക്കറിയാം. ഒരു പ്രൊഫൈൽ പോലും വെക്കാൻ പറ്റാതെ ഒരു ഐ ഡി ഉണ്ടാക്കി എന്തിനാണ് മറ്റുള്ളവർക്ക് റിക്വസ്റ്റ് അയക്കുന്നത്? അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ഐ ഡി 2018 മുതലുള്ളതാണ്. ഏകദേശം 6-7 വർഷം ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് ഒരു ഐ ഡി ഉണ്ട്, ബിന്ദു TVM എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2013 മുതലുള്ളതാണ്. അതിപ്പോഴും നിലവിലുണ്ട് അക്കൗണ്ട്. ഉപയോഗിക്കാത്തത് അതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ട്. പിന്നെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു പേജ് ഉണ്ടായിരുന്നു, അത് ഹാക്കായിപ്പോയി. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എഫ് ബിയുടെ ഉപയോഗവും കാര്യങ്ങളൊക്കെ. ഈ ഐഫോണും ആൻഡ്രോയിഡും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എഫ് ബി ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാനിതിൽ നിന്നല്ല അരി മേടിക്കുന്നത്. ഞാനിടുന്ന വീഡിയോസ് എൻ്റെ കണ്ടൻ്റ് ആണോ അല്ലയോ എന്ന് മറ്റുള്ളവർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്ന വഴി മറക്കരുതെന്ന് പറയാൻ, അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. വന്ന വഴി മറക്കാനായിട്ട് നിങ്ങൾക്ക് എന്നാണ് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായത്? കൂടിപ്പോയാൽ 4-5 മാസമായിട്ടുണ്ടാവും. അതിന് മുമ്പ് വരെ 5K 10K അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ വായ്ത്താളം ഓടിക്കുന്നത്. എന്തിനാണ് ഇത്രയും ബിൽഡപ്പ്? അപ്പോൾ നിങ്ങൾ ഫോളോവേഴ്സിനെ വിലയ്ക്ക് വാങ്ങിയതാണോ? എവിടെയോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട്, അതാണ് ഇത്രയും രോഷം. കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. പിന്നെ ചിലരെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലാവസ്ഥ മാറുന്ന പോലെ സ്വഭാവവും രീതികളും മാറ്റുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. അതിനവർ പറയുന്ന പേരാണ് സാഹചര്യം. ആദ്യമൊന്നും ഈ സാഹചര്യം ഉണ്ടാവാറില്ല. പിന്നെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി വിളിച്ചിങ്ങെത്തും സാഹചര്യമൊക്കെ. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ഒരു പൊട്ടന്മാരല്ലേ. നിങ്ങളെപ്പോഴും ഒരുപോലെ ആയിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോൾ അത് നിങ്ങളിൽ അവർക്ക് ഒരു വെറുപ്പും പകയും ഒക്കെ ആയിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, സീ യു, ടേക്ക് കെയർ.